Once again, welcome back to 3-dimensional geometry. ഈ 3-dimensional geometryയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഇന്ന് പുതിയ ഒരു കാര്യം പഠിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കൺസെപ്റ്റുകളാണ് പഠിച്ചിരുന്നത്, ഡിസ്റ്റൻസ് ഫോർമുല വരെയുള്ളത്. ഇന്ന് നമ്മൾ 2-dimensional geometryയിൽ, നിങ്ങൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ നിങ്ങൾ സെക്ഷൻ ഫോർമുല പഠിച്ചിട്ടുണ്ട്. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ലൈൻ ജോയിനിങ്ങിനെ മൂന്നാമതൊരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന ആ റേഷ്യോ നമുക്ക് അറിയാമെങ്കിൽ ആ പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുല അല്ലേ. അത് കഴിഞ്ഞ ചാപ്റ്ററുകളിൽ 2-dimensional ജോമെട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞു. സെക്ഷൻ ഫോർമുല ഇത് തന്നെ, ഇത് 2 ഉള്ള ഒരു ലൈനിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ 3 ഉള്ള ഒരു ലൈൻ എങ്ങനെയാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ ഈ ഡിസ്റ്റൻസ് ഫോർമുല കണ്ടുപിടിക്കുന്ന അവസരത്തിൽ നമ്മൾ 3-dimensional ജോമെട്രിയിൽ അല്ലെങ്കിൽ ഒരു സ്പേസിൽ ലൈനിന്റെ ഷേപ്പ് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇപ്പൊ നമ്മളൊരു ഭിത്തിയുടെ കോർണറിൽ നിന്നും നമുക്ക് ഒരു ഫാനിന്റെ ടിപ്പിലേക്ക്, ഫാനിന്റെ അടിയിലെ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഫാനിന്റെ ഒരു ലീഫിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മളൊരു റൂമിന്റെ കോർണറിൽ നിന്നും ഒരു ലൈൻ വരച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒറിജിനൽ കാണാം. ഇതാണ് ഈ കോർണർ, നമ്മുടെ മുറിയുടെ കോർണർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കോർണർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ 3 പ്ലെയിനും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്. ഇപ്പം നമ്മുടെ ഫാനിന്റെ ടിപ്പാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു പോയിന്റിലേക്കുള്ള, ആ ഫാനിന്റെ ടിപ്പിലേക്കുള്ള ഒരു ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലൈൻ, അപ്പോൾ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിനെ നമ്മൾ 2-dimensional പറയുന്ന അതേ ലൈനിന്റെ പ്രത്യേകതകളെല്ലാം ഈ 3-dimensional ലൈനിനും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലൈൻ സെഗ്മെന്റിനെ, ഇപ്പോൾ ഇവിടെ ഞാൻ O എന്നുള്ള ഒറിജിൻ ഉണ്ട്, P എന്നുള്ള ഈ പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ഇങ്ങോട്ട് മാറുന്നതനുസരിച്ച് നമുക്കറിയാം ഇതിനെ ഇടയ്ക്കുള്ളൊരു പോയിന്റ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു റേഷ്യോ നമുക്കറിയാമെങ്കിൽ, ആ റേഷ്യോ നമുക്കറിയാമെങ്കിൽ ഈ ലൈൻ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. നമ്മൾ 2-dimensional പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിലാണ് 3-dimensional നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫോർമുലയിലേക്ക് പോകാം. അപ്പോൾ P x1 y1 z1 എന്നുള്ളൊരു പോയിന്റ്, Q x2 y2 z2 എന്നുള്ള പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് ആണ് P, ഇത് Q. ഇത് ഇതിനിടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ് R എന്ന് വിചാരിക്കുക. R, ഈ R, ഈ P യുടെ കോർഡിനേറ്റ് നമുക്കറിയാം, ഈ Qന്റെ കോർഡിനേറ്റ് നമുക്കറിയാം. ഈ R എന്നുള്ള പോയിന്റ് ഈ PQ എന്നുള്ള ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ M ആൻഡ് N ആണെന്ന് വിചാരിക്കാം. സപ്പോസ് 2:3 അല്ലെങ്കിൽ 3:4 അല്ലെങ്കിൽ 5:7 എന്നൊക്കെ പറഞ്ഞ പോലെ 2 നമ്പേഴ്സ് ആണ് M N. അങ്ങനെയാണെങ്കിൽ ദ കോർഡിനേറ്റ് ഓഫ് R എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് R-ന്റെ കോർഡിനേറ്റിനെ x y z എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി 2-dimensional നമ്മൾ പഠിച്ചിട്ടുണ്ട്. mx2 plus nx1 divided by m plus n അല്ലെ. x കോർഡിനേറ്റ്, അതായത് ഇതിന്റെ കോർഡിനേറ്റ് x1 y1 z1, ഇതിന്റെ കോർഡിനേറ്റ് x2 y2 z2. അങ്ങനെയാണെങ്കിൽ mx2 plus nx1 divided by m plus n, that is x coordinate, and y coordinate is my2 plus my1 divided by m plus n. ഇത് നമ്മൾ 2-dimensional പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ z കോർഡിനേറ്റും കൂടി ഇതേ മാതിരി തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. z is equal to mz2 plus nz1 divided by m plus n. That is the z coordinate. So if you know the ratio in which the line means the point divides the line joining P and Q, then we can find the coordinate of R in this manner. That is, x coordinate of the point R is given by mx2 plus nx1 by m plus n, and y coordinate is my2 plus my1 divided by m plus n, and z coordinate is nz2 plus mz2 plus nz1 divided by m plus n. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ദിസ് ഈസ് കോൾഡ് ഇന്റേണൽ സെക്ഷൻ ഫോർമുല. അപ്പോൾ നമുക്കൊന്ന് എഴുതി വയ്ക്കാം സെക്ഷൻ ഫോർമുല. ഫസ്റ്റ് ഒരു ഇന്റേണൽ എന്നും കൂടെ എഴുതിക്കൊള്ളുക, ഒരു സബ് ഹെഡിങ് ഇന്റേണൽ സെക്ഷൻ ഫോർമുല. ദാറ്റ് മീൻസ് ദർ ഈസ് ആൻ എക്സ്റ്റേണൽ ഫോർമുല ഫോർ ദാറ്റ്. അത് നമുക്ക് ഇത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. ഇന്റേണൽ സെക്ഷൻ ഫോർമുല. If
the line joining P x1 y1 z1 and Q x2 y2 z2, if the line joining P x1 y1 z1 and Q x2 y2 z2 is divided by a point R x y z, point x y z internally in the ratio m is to n, then the coordinate of R is given by x is equal to mx2 plus nx1 by m plus n, y is equal to my2 plus ny1 divided by m plus n, and z2 is equal to z is equal to m z2 plus n z1 divided by m plus n. Okay, that is what is called internal section formula. ഇതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഫോർമുലയായി നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് എക്സ്റ്റേണൽ ആണെന്ന് വിചാരിക്കും. എക്സ്റ്റേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അതായത് ഈ R എന്നുള്ള പോയിന്റ് ഞാൻ വേറൊരു പടം വരച്ച് കാണിക്കാം നിങ്ങളെ. ഇപ്പോൾ R എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ് എങ്കിൽ, അതായത് ഇതാണ് എക്സ്റ്റേണൽ സെക്ഷൻ. അപ്പോൾ ഇവിടെയുള്ളൊരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ നമുക്കറിയാം. അത് ഈ റേഷ്യോ എമ്മും ഈ എന്നും ആണെങ്കിൽ അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് എക്സ്റ്റേണൽ സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മുടെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മൾ 2 ഡയമെൻഷനകത്ത് mx2 minus nx1 divided by m minus n, that is the x coordinate, and y coordinate is my2 minus ny1 divided by m minus n, and z coordinate is mz2 minus nz1 divided by m minus n. ഇതാണ് അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റേണലും എക്സ്റ്റേണലും നമ്മളുടെ വ്യത്യാസം നമ്മൾ 2 ഡയമെൻഷനിൽ പഠിച്ചതുപോലെ തന്നെയാണ്. ഒരു പ്ലസിന് പകരം മൈനസ് ആകും എന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു സെക്ഷൻ ഫോർമുല മാത്രം നമ്മൾ ഓർത്തിരിക്കുക. അതാണ് നമ്മൾ ഇതിനകത്ത് 3 ഡയമെൻഷനിനകത്ത് ജസ്റ്റ് 2 ഡയമെൻഷനിൽ ഒരു എക്സ്റ്റൻഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ എഴുതിക്കോളൂ. എക്സ്റ്റേണൽ സെക്ഷൻ ഫോർമുല. If R divides the line joining P x1 y1 z1 and Q x2 y2 z2 externally in the ratio m is to n, then the coordinate of R is given by x is equal to mx2 minus nx1 divided by m minus n, and y is equal to my2 minus ny1 divided by m minus n, and z coordinate z is equal to mz2 minus nz1 divided by m minus n. Okay. Then let us have some note number 1. ഇപ്പോൾ നമുക്കറിയാം ഈ m is to n എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് എന്ന് പറയാം എന്നല്ല നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ എമ്മും എന്നും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. എമ്മിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ പിയും ക്യൂ എന്നുള്ള പോയിന്റിനെ R എന്ന് പറയുന്നത് സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഇത് ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 യൂണിറ്റ്സ്, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും 5 യൂണിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? ഇതിനെ അത് മിഡ് പോയിന്റിലൂടെ ബൈസെക്ട് ചെയ്യും അല്ലെ, ബൈസെക്ട് ചെയ്യും. 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ക്യൂവിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് എഴുതാൻ പോകുന്നത്. m equal to n, then write as a note. If m is equal to n, then R is the midpoint of P and Q. If m is equal to n, then R is the midpoint of P and Q, and its coordinate is given by x is equal to അപ്പോൾ നമുക്കറിയാം mx2 പ്ലസ് nx1 എന്നുള്ളതിന് പകരം, അതായത് ഇങ്ങനെ വരും mx2 പ്ലസ് എന്നിന് പകരം m എന്ന് എഴുതാം. mx1 ഡിവൈഡഡ് ബൈ m പ്ലസ് m എന്ന് വരും അല്ലേ. അപ്പോൾ ഈ m ഇങ്ങ് പുറത്തെടുക്കുവാണെങ്കിൽ x2 പ്ലസ് x1 ഡിവൈഡഡ് ബൈ 2m എന്ന് വരും. ഈ m ഉം കട്ടായി പോകും. അപ്പോൾ x എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 ബൈ 2, y is equal to y1 plus y2 by 2,
and z is equal to z1 plus z2 divided by 2. Okay, അപ്പോൾ നമുക്ക് ഈ coordinates കിട്ടും. That is the midpoint. That midpoint of x1 y1 and x2 y2, x1 y1 is z1 and x2 y2 is z2 is given by x1 plus x2 by 2, y1 plus y2 by 2 and z1 plus z2 by 2. That is the knot number 1. And now let us have another knot number 2. You have already studied the centroid of a triangle in two-dimensional geometry. Centroid, you know, centroid means the point of intersection of the medians of a triangle. Medians of a triangle. Either triangle medians in the point of intersection and centroid in the parallel. And centroid divides the median in the ratio 2:1. Like 2:1. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ സ്പേസിലുള്ള ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 3 കോർഡിനേറ്റ്സ് വരും. x1 y1 z1, x2 y2 z2 and x3 y3 z3 എന്നും കൂടെ വരും അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ദ സെൻട്രോയിഡ്? സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ x കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. x1 plus x2 plus x3 by 3 ആണ്. അതുപോലെ y എന്ന് പറഞ്ഞാൽ y is equal to y1 plus y2 plus y3 by 3 എന്നാണ്. ഇതുപോലെ തന്നെ ഒരെണ്ണം ഇവിടെ വരും, z കോർഡിനേറ്റ് ഇവിടെ വരും. ദാറ്റ് ഈസ് ദ ഓൺലി ചേഞ്ച്. z1 plus z2 plus z3 by 3. അപ്പോൾ ഇതാണ് ഒരു ട്രയാങ്കിളിന്റെ സ്പേസിലുള്ള ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് എഴുതിക്കോളൂ മക്കളെ. നോട്ട് നമ്പർ 2, the coordinates of the centroid of a triangle. The coordinates of the centroid of a triangle with the vertices x1 y1 is z1, x2 y2 is z2 and x3 y3 is z3 is x is equal to x1 plus x2 plus x3 by 3, y is equal to y1 plus y2 plus y3 by 3 and z is equal to z1 plus z2 plus z3 by 3. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളൂ. സെക്ഷൻ ഫോർമുലയും കൂടെ ഉള്ളൂ നമുക്ക് ഇത് ഈ ഒരു ഈ ബേസിക് ആയിട്ടുള്ള, അതായത് ഈ 3 ഡയമെൻഷണൽ ജോമെട്രിയുടെ ഇൻട്രൊഡക്ടറി ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് ഇയറിലാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ഒന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് ഫോർമുല, പിന്നെ അതിൻ്റെ ഒക്ടന്റിൻ്റെ പ്രത്യേകതകൾ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഫോർമുലയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ? Yes. Here is the question. Find the coordinates of the point which divides the line segment joining the points -2, 3, 5, -1 minus 6 in the ratio 2:3 internally and externally. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് പി എന്ന് പറഞ്ഞാൽ, അതായത് x1 y1 z1 സ്ഥാനത്ത് -2, 3, 5 ആണ്. x2 y2 z2 സ്ഥാനത്ത് 1 minus 4 6 ആണ്. ആൻഡ് എമ്മിൻ്റെ സ്ഥാനത്ത് 2, എന്നിൻ്റെ സ്ഥാനത്ത് 3. അപ്പോൾ നമുക്ക് ഇന്റേണൽ കണ്ടുപിടിക്കാം. ആദ്യം ഇന്റേണൽ സെക്ഷൻ ഫോർമുല. അപ്പോൾ x എന്ന് പറഞ്ഞാൽ റൈറ്റ് ഫോർമുല mx2 plus mx1 divided by m plus n, right? That is m എന്ന് പറഞ്ഞാൽ 2 ആണ്. 2x2, that is 2 into 1 plus 3 into -2 divided by 2 plus 3, that is 2 minus 6 divided by 5, that is -4 by 5. X coordinate ആയി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ y കോർഡിനേറ്റ് ആണ്. y കോർഡിനേറ്റിലേക്ക് നമുക്ക് നോക്കാം. y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്താൽ ഫോർമുല നമുക്ക് ആദ്യം എഴുതാം. my2 plus my1 divided by m plus n, that is m എന്ന് പറഞ്ഞാൽ 2 ആണ്, my2 എന്ന് പറഞ്ഞാൽ -4 ആണ്, പ്ലസ് n എന്ന് പറഞ്ഞാൽ 3 ആണ്, y1 എന്ന് പറഞ്ഞാൽ 3 ആണ്, divided by m plus n, that is 2 plus 3, that is -8 plus 9 by 5, that's equal to 1 divided by 5. അപ്പോൾ നമുക്ക് y കോർഡിനേറ്റ് ആയി. ഇനി നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത് z കോർഡിനേറ്റ് ആണ്. z കോർഡിനേറ്റിന്റെ ഫോർമുലയെ നമുക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ആവുന്നതാണ്.
അപ്പോൾ നമുക്ക് z കോർഡിനേറ്റിന്റെ കണ്ടുപിടിക്കാം. z is equal to, write the formula, same formula, similar formula, mz2 plus nz1 divided by m plus n, that's equal to just നമ്മളൊന്ന് അപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. That is 2 into z2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 3 into 5 divided by 2 plus 3, that is 12 plus 15 divided by 5, that is equal to 27 divided by 5. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് കിട്ടി -4/5, 1/5 and 27/5. That is the internal section formula. Okay, ഇനി നമുക്ക് ഇതുപോലെ തന്നെ എക്സ്റ്റേണൽ സെക്ഷൻ ഫോർമുലയും കണ്ടുപിടിക്കാം. എക്സ്റ്റേണൽ സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എക്സ് എന്ന് പറഞ്ഞാൽ mx2 മൈനസ് nx1 ഡിവൈഡഡ് ബൈ m മൈനസ് n ആണ്. നമ്മൾ ഫോർമുലയ്ക്ക് എത്തി കൊടുക്കുമ്പോൾ ഫോർമുലകൾ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം സെയിം ആണ്. m എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, m എന്ന് പറഞ്ഞാൽ 2, n എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 2 into 1 minus 3 into -2 divided by m minus n, 2 minus 3, that is minus 2 minus into minus plus ആവും, 6 divided by -1, that is minus 4 by -1, that's equal to -4. ഓക്കെ, അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ -4 ആവും. ഓക്കെ, യെസ്, -2 ഇത് 2 into 1 is +2 ആണ്. സോ 2 plus 6, that is 8 എന്ന് വരും. അപ്പോൾ നമ്മൾ എഴുതിയത് മാറിപ്പോയി, 8 എന്ന് വരും. 8 by -1 എന്ന് വരും. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു -8 എന്ന് വരും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഈസ് -8. അപ്പോൾ എക്സ്റ്റേണൽ സെക്ഷൻ ഫോർമുലയിൽ എക്സ് കോർഡിനേറ്റ് ഈസ് -8. Y coordinate is equal to my2 minus ny1 divided by m minus n. That's equal to 2 into -4 minus 3 into -3 divided by 2 minus 3. That is -8 plus 9 divided by -1 and -8. It's equal to 2 into m by 2 minus 4 minus m by 1, that is 3 into n by 1, 3 into 3. Oh, okay, this is 3 minus 3 into 3 divided by 2 minus 3, so -8, it's -9, so it's the -17 by -1, that's equal to 17. Okay, then similarly we can find z coordinate. Z coordinate is again given by the similar formula, m is z2 minus n is z1 divided by m minus n, that's equal to 2 into z2 is 6 minus 3 into 5 divided by 2 minus 3, 12 minus 15 divided by -1, that's equal to -3 by -1, that's equal to 3. So this is the external section formula, minus section coordinate of the point. If that point divides the line joining in externally, then the coordinate is given by -8, 17 and 3. Okay മക്കളെ, just ആ ഫോർമുലയ്ക്ക് അത് ഇട്ട് കൊടുത്താൽ മതിയാവും, അത്ര ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. Okay, here is a similar problem for you, that's for homework. Find the coordinates of the points which divides the line segments joining the points 1, -2, 3, 3, 4, -5 in the ratio 2:3 internally and externally. So similar question തന്നെയാണ്, ഇത് നമുക്ക് തനിയെ ചെയ്യാവുന്നതാണ്, ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇതിൻ്റെ ഫോർമുല നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്, ജസ്റ്റ് എമ്മും എന്നും സെയിം തന്നെയാണ്, ബട്ട് കോർഡിനേറ്റ്സ് മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ, അതൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, let us have another question. This question is very important for the examination point of view. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സാധാരണ എക്സാമിനേഷനെ കാണുന്നത്. Find the ratio in which the line segment joining the points 4, 8, 10 and 6, 10, -8 is divided by the xy plane. അപ്പോൾ xy plane
ഈ 4, 8, 10, 6, 10, -8 എന്നുള്ള പോയിന്റിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ പോയിന്റിനെ ഒന്ന് നമ്മുടെ 3 ഡയമെൻഷണൽ ഒക്ടന്റിൽ ഞാനൊന്ന് സ്പേസിൽ ഞാനൊന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എ എന്നുള്ള പോയിന്റിനെ 4, 8, 10 എന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും 4, 8, 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഫസ്റ്റ് ഒക്ടന്റിൽ വരും. ഫസ്റ്റ് ഒക്ടന്റിൽ റെഡ് അത് എക്സ് ആക്സിസ് ആണ്, ഗ്രീൻ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്, പിന്നെ ബ്ലൂ എന്ന് പറയുന്നത് ഇസഡ് ആക്സിസ് ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഒക്ടന്റ് വരും. 3 പോസിറ്റീവ് ആയതുകൊണ്ട് ഫസ്റ്റ് ഒക്ടന്റ് വരും. പിന്നെ ബി എന്ന് പറഞ്ഞാൽ 6, 10, -8 ആണ്. എക്സും വൈയും പോസിറ്റീവ് ആണ്, ഇസഡ് നെഗറ്റീവ് ആയതുകൊണ്ട് നേരെ അതിന്റെ താഴെ വരും. അപ്പോൾ ഇവിടെ അത് ബി എന്നുള്ള പോയിന്റും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എ ബി എന്നുള്ള ഈ ലൈൻ സെഗ്മെന്റിനെ നമുക്ക് കാണാൻ സാധിക്കും എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് എക്സ് വൈ പ്ലെയിൻ. ഈ എക്സ് വൈ പ്ലെയിൻ കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ കട്ട് ചെയ്തുകൊണ്ടാണ് ഇത് കടന്നു പോകുന്നത്. കണ്ടോ, നമുക്ക് കാണാൻ സാധിക്കും ഇതിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ആ എക്സ് വൈ പ്ലെയിന് ഈ ലൈൻ ജോയിനിങ്ങിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഈ കട്ട് ചെയ്യുന്നതിന്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചാണ്. ഈ എക്സ് വൈ പ്ലെയിൻ ഈ ലൈൻ സെഗ്മെന്റിനെ കട്ട് ചെയ്യുന്നതിന്റെ റേഷ്യോ. ഇനി ഈ എക്സ് വൈ പ്ലെയിന്റെ പ്രത്യേകത എന്താ? എക്സ് വൈ പ്ലെയിനിലുള്ളൊരു പോയിന്റ് എടുക്കുവാണെങ്കിൽ ആ പോയിന്റ് ഇസഡ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. ഇവിടെ ഞാൻ ആ പോയിന്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ പ്ലെയിനും ഈ ലൈനും കൂടെയുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണത്, സി എന്ന് പറഞ്ഞ പോയിന്റ്. ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഇസഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പൊ നമുക്കിനി ആ പോയിന്റിന്റെ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ട് ഈ റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇസഡ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഇസഡിന്റെ ഫോർമുല നമുക്കറിയാം എന്താണ്? m(z2 + n(z1) ഡിവൈഡഡ് ബൈ m+n ആണ്. അപ്പൊ ഈ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെ m(n) എന്ന് എടുത്തിരിക്കുകയാണ്. ഇനി ജസ്റ്റ് പോയിന്റ്സ് ഇട്ട് കൊടുക്കാം നമുക്ക്. ദാറ്റ് ഇംപ്ലൈസ് is equal to 0. Okay, m(z2) that is m into z2 എന്ന് പറഞ്ഞാൽ ഇതാണ് -8 ആണ്, പ്ലസ് n(z1) n എന്ന് പറഞ്ഞാൽ n തന്നെയാണ്, z1 എന്ന് പറഞ്ഞാൽ 10 ആണ്, ഡിവൈഡഡ് ബൈ m+n that's equal to 0. Okay, that implies -8m plus 10n equal to 0. ഇത് ക്രോസ് ചെയ്യുമ്പോൾ 0 ആയി പോകും. ഈ -8m അപ്പുറേ ഉണ്ടല്ല, അപ്പോൾ നമുക്ക് implies 10n is equal to 8m വരും. ഓക്കെ, അപ്പോൾ m/n എന്ന് പറഞ്ഞാൽ എന്ത് വരും? m ഇവിടെ നിർത്തി n താഴോട്ട് പോകുന്നപ്പോൾ ഇവിടെ 10 ഉണ്ട് ബൈ 8 എന്ന് വരും അല്ലേ. ക്രോസ് ചെയ്ത് നമുക്ക് കിട്ടും 8m is equal to 10n. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ദിസ് ഈസ് 5/4 ആണ്. അപ്പോൾ m(n) എന്ന് പറഞ്ഞാൽ 5:4 ഓക്കെ, അപ്പോൾ ഈ എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഗറിലേക്ക് ഒന്നും കൂടെ പോകാം. ഈ എക്സ് വൈ പ്ലെയിന് എക്സും ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ ഈ എക്സും വൈയും കൂടെ കൂടുന്ന പ്ലെയിൻ, ഈ പ്ലെയിൻ കട്ട് ചെയ്യുന്ന റേഷ്യോ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് ഞാൻ അതിന്റെ പ്രാക്ടിക്കലി ഒന്ന് കാണിച്ചതേ ഉള്ളൂ എങ്ങനെയാണ് വരുന്നതെന്ന്. പക്ഷെ തിയറട്ടിക്കലി നമ്മൾ ഇത്ര ഓർത്താൽ മതിയാവും. ഈ ഫോർമുല മാത്രം എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ അവിടെ ഇസഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ ഇസഡ് കോർഡിനേറ്റ് 0 ആണ്, നമ്മൾ അതിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. m(z2 + n(z1) ബൈ m+n = 0. അപ്പോൾ ഇതാണ് അതിന്റെ ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനേഷൻ പല വർഷവും എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതേമാതിരിയുള്ളത്. ഓക്കെ, let us have another question, a similar one. Find the ratio in which the y-z plane divides the line segment joining the points -2, 4, 7, 3, -5, 8. ഈ രണ്ട് പോയിന്റുകളെ y-z പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്നതിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. y-z പ്ലെയിന്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ് y-z പ്ലെയിന്റെ പ്രത്യേകത? x = 0 ആയിരിക്കും അല്ലെ y-z പ്ലെയിനിൽ. അപ്പോൾ നമ്മളിവിടെ ഈ പോയിന്റ് x1, y1, z1 എന്നും ഈ പോയിന്റ് x2, y2, z2 എന്ന് എടുക്കാം. ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ m(n) ആണെങ്കിൽ ഈ സെക്ഷൻ ഫോർമുല വെച്ച് x കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ mx2 + nx1 ഡിവൈഡഡ് ബൈ m+n ആയിരിക്കും അല്ലെ, ഈക്വൽ ടു 0. ദാറ്റ് ഈസ് m ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ 3 ആണ്, സോ 3 പ്ലസ് n എന്ന് പറഞ്ഞാൽ n തന്നെയാണ്, സോ ഇൻറ്റു -2 ഡിവൈഡഡ് ബൈ m+n ഈക്വൽ ടു 0. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് 3m - 2n equal to 0 or 3m is equal to 2n. 3m is equal to 2n.
That implies m by n is equal to 2 divided by 3, right? 3m is equal to 2n. So 2 by 3. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റേഷ്യോ കിട്ടി. What is m is to n? m is to n is equal to we have got the ratio as 2 is to 3. നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെയാണ് y z plane ഡിവൈഡ് ചെയ്യുന്നത്. y z പ്ലെയിനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x equal to 0 ആണ്. നമുക്ക് അതിന്റെ ഒരു പിക്ചറിലേക്ക് ഒന്ന് പോയാൽ നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ പോയിന്റുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എം എന്ന് പറഞ്ഞാൽ ഈ വൈ ഇസഡ് പ്ലെയിൻ, വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈ ഇസഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ് അല്ലേ. അപ്പോൾ അത് വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ കളറിൽ കാണുന്നതാണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ വൈ ഇസഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ പ്ലെയിൻ ആണ്. അതാണ് ഡിവൈഡ് ചെയ്യുന്നത്. അത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് നമുക്ക് ഇവിടെ നോക്കിയാൽ ബേർഡ് ഐ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതിൻ്റെ ഇ എന്ന് പറയുന്നതാണ് പോയിന്റ്. ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കണ്ടോ? അപ്പോൾ ആ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ മക്കളെ, യെസ്. Here we have the next question. Find the coordinates of the points which trisect the line segment joining the points P 4, 2, minus 6, Q 10, minus 16 and 6. അപ്പോൾ ഈ പോയിന്റിനെ ഈ രണ്ട് പി ക്യൂ എന്നുള്ള പോയിന്റിനെ ട്രൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ഇത് പി എന്നുള്ള പോയിന്റ്, ഇത് ക്യൂ എന്നുള്ള പോയിന്റ്. ഇതിനെ ട്രൈസെക്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ബൈസെക്ട് ചെയ്യുക വെച്ചാൽ രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ട്രൈസെക്ട് ചെയ്യുന്ന വെച്ചാൽ 3 ഈക്വൽ പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒന്നിവിടെ, ഒന്നിങ്ങനെ. ഇപ്പോൾ 1, 2, 3 എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ട്രൈസെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 പോയിന്റുകൾ വേണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓർഡറിന് നമുക്ക് എ എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എ എന്നുള്ള പോയിന്റ് ഈ പി ക്യൂ എന്നുള്ള ലൈനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് 1 ആണെങ്കിൽ എന്ത് വരും? ഇത് 2 ആയിരിക്കും അല്ലേ. അപ്പോൾ 1:2 എന്നാണ്. ഇനി ബി ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നോ തിരിച്ചു വരും. ഇത് 1, ഇത് 1, ഇത് 1. അപ്പോൾ ഇത് 2:1 എന്നുള്ള റേഷ്യോയിലാവും. അപ്പോൾ എയുടെ കോർഡിനേറ്റ് ആണ് എടുക്കണമെങ്കിൽ 1:2 എടുക്കണം. ബിയുടെ കോർഡിനേറ്റ് ആണെങ്കിൽ 2:1 എന്നുള്ള റേഷ്യോ എടുക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, കാര്യം മനസ്സിലായാലും മക്കളെ. അപ്പോൾ നമുക്ക് എഴുതാം, ലെറ്റ് ദ പോയിന്റ്സ് എ ആൻഡ് ബി, capital A and capital B, divides or a trisects PQ. Then A divides, this figure varchidanam, A divides PQ in the ratio 1:2. A divides PQ in the ratio 1:2. Therefore the coordinate of A are x is equal to mx2 plus nx1 divided by m plus n. m എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ആണ്. 1 into x2 എന്ന് പറഞ്ഞാൽ ഇതാണ് 10 ആണ്. plus 2 into 4 divided by m plus n 1 plus 2. That's equal to 10 plus 8 divided by 3. That is equal to 6 എന്ന്. അപ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 6 ആയി. ഇനി y കോർഡിനേറ്റ്, y is equal to ഈ സെയിം ഫോർമുല my2 plus ny1 by m plus n. ദാറ്റ് ഈസ് m എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 into minus 16 plus n into, that is 2 into 2 divided by 1 plus 2. That is equal to minus 16 plus 4 divided by 3. That's equal to minus 12 by 3 എന്ന് വരും. That's equal to minus 12 by 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം minus 4 എന്ന് വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ y കോർഡിനേറ്റ് -4 ആണ്. z കോർഡിനേറ്റ് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. z is equal to mz2 plus nz1 divided by m plus n. That is m എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 into 6 plus 2 into minus 6 divided by 1 plus 2. That is 6 minus 12 by 3. That is minus 6 by 3. That's equal to minus 2. So എയുടെ കോർഡിനേറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 6 minus 4 minus 2. ഓക്കെ മക്കളെ, അപ്പോൾ എയുടെ കോർഡിനേറ്റ് ആയി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബിയുടെ കോർഡിനേറ്റും കണ്ടുപിടിക്കാം. ഓക്കെ,
അപ്പോൾ ബി ആവുമ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 വരും, ഇതെന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ ഈ 1:2 എന്നുള്ള റേഷ്യോയ്ക്ക് പകരം നമുക്ക് 2:1 എന്നാവും. അപ്പോൾ എഴുതിക്കോളൂ, ബി ഡിവൈഡ്സ് എ ബി നോ ബി ഡിവൈഡ്സ് പി ക്യു ഇൻ ദ റേഷ്യോ 2:1. ബി ഡിവൈഡ്സ് പി ക്യു ഇൻ ദ റേഷ്യോ 2:1. Therefore, the coordinates of B are x is equal to mx2 plus nx1 by m plus n. That is m എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 into x1 mx2 that is 10 plus 1 into 4 divided by 2 plus 1 that is 20 plus 4 24 divided by 3 എന്ന് വരും. That's equal to 8 എന്ന് വരും. അപ്പോൾ അതിൻ്റെ x കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 8 എന്ന് വരും. ഓക്കെ, ഇനി y ഇതുപോലെ തന്നെ my2 plus ny1. So it is 2 into minus 16 plus 1 into 2 divided by 2 plus 1. That is minus 32 plus 2 divided by 3 എന്ന് വരും. That is നമുക്കറിയാം minus 30 by 3 എന്ന് വരും. That is equal to minus 10 എന്ന് വരും. അപ്പോൾ z2 കണ്ടുപിടിക്കാം. z ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. mz2 plus nz1 by m plus n. That is 2 into 6 plus 1 into minus 6 divided by 2 plus 1. 12 minus 6 6 by 3 that's equal to 2. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് കിട്ടി. ബിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 8 minus 10 2 2 പോയിന്റ്. അപ്പോൾ എയുടെ കോർഡിനേറ്റും ആയി ബിയുടെ കോർഡിനേറ്റും ആയി. സോ ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് വിച്ച് ട്രൈസെക്ട്സ് ദ ലൈൻ സെഗ്മെന്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ മക്കളെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത് ട്രൈസെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത്രയും ടൈപ്പ് സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഒന്ന് ഡിസ്റ്റൻസ് ഫോർമുല, മറ്റൊന്ന് സെക്ഷൻ ഫോർമുല. ഡിസ്റ്റൻസ് ഫോർമുലയും സെക്ഷൻ ഫോർമുലയുമാണ്. അത് ഫോർമുല പഠിക്കുക, പിന്നെ അത് വെച്ചുള്ള പ്രോബ്ലംസ്, പിന്നെ ഒക്ടന്റിന്റെ പ്രത്യേകത പഠിക്കുക. ഓരോ ഒക്ടന്റിലും പ്രത്യേകത. അപ്പോൾ ശരിക്കും നമ്മൾ ഫസ്റ്റ് ഒക്ടന്റിൽ നമ്മൾ 2 ഡയമെൻഷൻ എടുക്കുന്ന പോലെ ഫസ്റ്റ് എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ്. അപ്പോൾ ഇവിടെയും എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് ഇസഡ് പോസിറ്റീവ്. സെക്കൻഡ് ഒക്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാഡ്രന്റ് എടുക്കുവാണെങ്കിൽ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്. ഇവിടെ വരുമ്പോൾ ഒരെണ്ണം വരും ഇസഡ് പോസിറ്റീവ്. ആദ്യത്തെ 4 ഇസഡ് പോസിറ്റീവ് ആണ്. നമുക്ക് ഒക്ടന്റിന് എടുത്ത് വേണമെങ്കിൽ നോക്കാം ഇങ്ങനെ. അപ്പോൾ ഫസ്റ്റില് എക്സ് വൈ ആ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചോണം. ഇതിപ്പോൾ ഫസ്റ്റ് ഒക്ടന്റ് ആണ്. ഇതിൽ എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് ഇസഡ് പോസിറ്റീവ്. ഇവിടെ വരുന്ന സെക്കൻഡ് ഇത് സെക്കൻഡ് എക്സ് പോസിറ്റീവ് എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, അത് ഇത് സെക്കൻഡ്. ദെൻ അപ്പോൾ ഇത് എക്സ് നെഗറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ്, ഇസഡ് പോസിറ്റീവ്. ഇത് തേർഡ് വരുമ്പോൾ നമുക്കറിയാം എക്സും വൈയും നെഗറ്റീവ് ആണ്. നമ്മൾ 2 ഡയമെൻഷൻ എടുക്കുന്നതാണ്. എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ് ഇസഡ് പോസിറ്റീവ് ആണ്. ഫോർത്ത് നമുക്കറിയാം, ഫോർത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പോസിറ്റീവ് ആണ്, ആരോ മാർക്ക് എടുക്കുന്നത് കണ്ടോ. വൈ നെഗറ്റീവ് ആണ്, ആരോ ഇല്ല. ഇസഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് പോലെ തന്നെ എടുത്താൽ മതി. അതിനകത്തെല്ലാം ഇസഡ് എല്ലാം പോസിറ്റീവ് എടുക്കുക. പിന്നെ ഇതിന്റെ താഴോട്ട് ഇതുപോലെ തന്നെ എടുക്കുക. ഫസ്റ്റിന്റെ താഴെ വരുന്നത് ആണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിന്റെ താഴെ ദെൻ നമുക്ക് അടുത്തതുപോലെ തന്നെ അടുത്ത് 5th എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ്, ഇതുപോലെ തന്നെ നമുക്ക് കറങ്ങി അടിച്ച് വന്നാൽ മതിയാവും. അതായത് എക്സ് അത്തരത്തിലാണ് നമ്മൾ ഇതിന്റെ ഒക്ടന്റ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒക്ടന്റ് ഡിവൈഡ് ചെയ്യുന്ന കാര്യം കൂടി നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഒക്ടന്റിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ആ ഒക്ടന്റിന്റെ പ്രത്യേകതകൾ കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ഈ ടേബിള് നമ്മളൊന്ന് പഠിച്ചോണം. നമുക്കറിയാം, അത് കണ്ടോ, ഞാനൊന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇത് നമ്മുടെ ഫസ്റ്റ് എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ്, എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, 2 നെഗറ്റീവ്, എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് നമ്മുടെ ഫസ്റ്റ് 4 ക്വാഡ്രന്റിന്റെ പ്രത്യേകതയാണ്. അതിനൂടെ എല്ലാം പോസിറ്റീവ് വരുന്നു. അപ്പോൾ ഇസഡ് പോസിറ്റീവ് വരുന്ന കേസ് അതാണ് ആദ്യത്തെ 4 ഒക്ടന്റ് എന്ന് പറഞ്ഞാൽ. വീണ്ടും 5, 6, 7, 8 വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാണ്. എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ്, എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ്, ദെൻ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്, അതിൻ്റെ കൂടെ എല്ലാം ഇസഡ് നെഗറ്റീവ് വരാം. അപ്പോൾ ആ ക്വാഡ്രന്റിന്റെ പ്രത്യേകത പോലെ തന്നെയാണ് ഒക്ടന്റ് വരുന്നത്. ആദ്യ 4 കൂടെ എക്സ് എല്ലാം പോസിറ്റീവ് ഇസഡ് എല്ലാം പോസിറ്റീവ് വരുന്നു. അടുത്ത 4 കൂടെ ഇസഡ് എല്ലാം നെഗറ്റീവ് വരുന്നു. ആ ഒരു കാര്യം മാത്രം നമ്മളൊന്ന് ഓർത്താൽ മതിയാവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ നന്നായിട്ട്
ക്ലിയർ ആയിട്ട് പഠിക്കുക, കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ എക്സ്റ്റൻഷൻസ്, ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത വർഷം സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ബൈ.